ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മഞ്ഞും മഴയും വെയിലും ഏൽക്കാതെ സുരക്ഷിതമായി കഴിയാൻ വാസസ്ഥലങ്ങൾ ഒരുക്കുകയും അവയിൽ അഭയം കണ്ടെത്തുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. ഓരോ ക്രിസ്ത്യൻ ഭവനത്തെയും സംബന്ധിച്ച് ഭൗതികമായ സുരക്ഷിതത്വത്തെക്കാൾ ഉപരി നിത്യം നിലനിൽക്കുന്നതും ആത്മീയവുമായ സംരക്ഷണമാണ് ഈശോയുടെ തിരുഹൃദയ രൂപം. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ജൂൺ മാസത്തിൽ അതിവിശിഷ്ടമായി ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുകയും അവയിൽ എന്നേക്കും അഭയം കണ്ടെത്തുകയും ചെയ്ത ധന്യനായ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. തിരുഹൃദയ സ്നേഹാഗ്നിയാൽ കത്തിച്ചാമ്പലാകുന്നതിനായി ഊക്കനച്ചൻ തന്റെ ഹൃദയം മാത്രമല്ല തന്നെ മുഴുവനായും സമർപ്പിച്ചിട്ടുണ്ട്. ധന്യനാഥൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു വെച്ചു: എല്ലാ ഹൃദയങ്ങളുടെയും നാഥൻ ഞാനായിരുന്നുവെങ്കിൽ അവയെല്ലാം ഞാൻ തിരുഹൃദയത്തിന് സമർപ്പിക്കുമായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്റെ മാതാപിതാക്കളുടെ വേർപാട് മുതൽ ഊക്കനച്ചന്റെ ഏക അഭയകേന്ദ്രവും ആശ്വാസവും ഈശോയുടെ തിരുഹൃദയമായിരുന്നു. ഈ തിരുഹൃദയത്തിന്റെ മാധുര്യം പിന്നീട് തന്റെ പൗരോഹിത്യ ജീവിതത്തിലും ജീവിതാവസാനം വരെയും അനുഭവിച്ചപ്പോൾ സകല മനുഷ്യരുടെയും ഹൃദയത്തിന്റെ ഉടയവനായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സർവരെയും ചേർത്ത് നിർത്തുവാൻ അവിടുന്ന് അതിയായി ആഗ്രഹിച്ചു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഈ ക്ഷണം നമുക്കും ഉള്ളിൽ സ്വീകരിക്കാം.